ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കൊതുകും പല്ലി പാറ്റ ഈ വക സാധനങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പമ്പ കിടക്കുന്ന ഒരു അടിപൊളി ടിപ്സാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലൊരു സവാള എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ കട്ടതിന് ശേഷം ഈ മുറിച്ച ഭാഗത്തിന് മുകളിൽ തന്നെ ലേശം റൗണ്ടിൽ കുറച്ച് ആഴത്തിൽ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഒരു നെല്ലിക്കയൊക്കെ കിടക്കുന്ന രീതിയിൽ ആഴത്തിൽ അതുപോലെ റൗണ്ട് ചെയ്ത് മുറിച്ച് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്റ്റാൻഡിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കിത് കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ചെറിയ കുഴുവൻ പാത്രമാണെങ്കിലും മതി. എടുത്തേച്ച് മറ്റെന്തെങ്കിലും ആണെങ്കിലും ഇത് മറിഞ്ഞു പോകാത്ത രീതിയിൽ ഇരിക്കണം. ഇതുപോലെ അതിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ കടുകെണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. അതിനുശേഷം ഇതിനെ തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് വിളക്ക് തിരി ഉണ്ടെങ്കിൽ വിളക്ക് തിരി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഞ്ഞി എടുത്തേച്ച് ഇതുപോലെ തിരി പോലെ ആക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കത്തിക്കാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൊതുകുതിരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളും മുതിർന്നവർക്കൊക്കെ ശ്വാസം മുട്ടൽ ചുമയൊക്കെ ഉണ്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പം അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുമില്ല. അത് നാച്ചുറലായിട്ടുള്ള ഒരു സാധനമാണ്. ഈ സവാളയുടെയും ഇതിൻ്റെ എല്ലാം മണം മുകളിലേക്ക് പൊങ്ങിക്കഴിയുമ്പോൾ കൊതുകും പാറ്റ പല്ലിയൊക്കെ പെട്ടെന്നാണ് മാറിപ്പോകുന്നത്. കാരണം ഇത് ഞാൻ ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഇതുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം.